രജിസ്റ്റർ ഓഫീസ്? ശിവേട്ടാ, നമ്മളെന്താ ഇവിടെ? എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അതഞ്ജു. ആ, നിങ്ങൾ എത്തിയോ? ഡാ ശിവ, ഒന്ന് വേഗം വാടാ. ഇന്നെങ്കിലും നിനക്കൊന്ന് നേരത്തെ എത്തിക്കൂടെ? എല്ലാം എന്റെ തലയിലിട്ട് നീ ഇങ്ങനെ മാറി നിന്നോ? ഡാ, രജിസ്ട്രാർ 11 മണി വരെ ഉള്ളൂ. ഇപ്പൊ തന്നെ സമയം 10:30 മണിയായി. ഇത് ഹരിയേട്ടൻ, ഈ കടുവയുടെയും എന്റെ ചേട്ടന്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ശിവേട്ടാ, എന്താ ഇവിടെ നടക്കുന്നേ? എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ആരെങ്കിലും ഒന്ന് പറ. എടാ ശിവ, ഇത് അഞ്ജു അല്ലേ? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേടാ? ഇതെങ്ങാണോ അശ്വൻ അറിഞ്ഞ അതോടെ തീരുമല്ല. ഹരിയേടാ, അതെനിക്ക് അറിയാം. പക്ഷെ പെട്ടെന്ന് നീ വേറെ ആരെങ്കിലും നോക്കാൻ പറഞ്ഞപ്പോ എന്റെ മുന്നിൽ ഇതാ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതാ പിന്നെ ഞാൻ സമയം കളയണ്ടെന്ന് കരുതി. പിന്നെ നീ പറയുന്നതെല്ലാം ശരിയാ. ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല. പിന്നെ ഉള്ളൊരു വഴി ഇതൊന്നും അച്ചു അറിയരുത്. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ശിവ, നീ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞോ? ഇല്ലടാ, ഞാനൊന്നും പറഞ്ഞില്ല. നീ തന്നെ ഒന്ന്. അതെ, ആരെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. അയ്യോ പെങ്ങളെ, ചതിക്കല്ലേ. കാര്യം എന്തൊന്നു പറയാം. അഞ്ജു അത് ക്ഷമയോടെ കേൾക്കണം. അഞ്ജു, താനൊന്ന് അകത്ത് വന്ന് ഒരു ഒപ്പിടണം. ഒപ്പോ? എന്തിന്? എന്റെ പൊന്നു ഹരിയേട്ടാ, നിങ്ങളിങ്ങനെ തലയും വാലില്ലാതെ കാര്യം പറഞ്ഞാ എനിക്ക് മനസ്സിലാവില്ല. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ. ശരി, എന്നാ കേട്ടോ. ഇന്ന് നിന്റെയും ശിവയുടെയും കല്യാണാണ്. അതിനാ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഹരിയേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ എന്റെ കിളി മൊത്തം പോയി. കല്യാണം? അതും ആ കടുവയായിട്ട്? വീട്ടിലെങ്ങാണോ അറിഞ്ഞ എന്റെ കഥ കഴിയും. അഞ്ജു, അഞ്ജു ഡീ. ഹരിയേട്ടൻ തോൾ തട്ടി വിളിച്ചപ്പോഴാ എനിക്ക് ബോധം വന്നത്. അഞ്ജു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ അവനൊന്ന് സഹായിക്ക്. അവന് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. എന്നെ കൊണ്ട് പറ്റില്ല ഹരിയേട്ടാ. മറുത്തൊന്നും ആലോചിക്കാതെ ഞാൻ പറഞ്ഞു. ഇതെങ്ങാണോ എന്റെ വീട്ടിലറിഞ്ഞ പിന്നെന്താ ഉണ്ടാവുന്നെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്നെ ജീവനോട് കുഴിച്ചു മൂടും. എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്തിന്റെ പേരിലാ നിങ്ങൾ എന്നെ ഇതിലേക്ക് വലിച്ചിടുന്നേ? ഈ കടുവയെ കാണു തന്നെ കലിയ. അപ്പോഴാ അങ്ങനെ കെട്ടാൻ പറയുന്നത്. അയ്യോ അഞ്ജു, നീ ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ നീ വിചാരിക്കും പോലെ ഇതുകൊണ്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇത് നിന്റെ വീട്ടിലറിയാൻ പോണില്ല. ഇവിടെ ഒപ്പിട്ടെന്ന് വെച്ച് നീ ഇവന്റെ കൂടെ ജീവിക്കുകയും വേണ്ട. 1 വർഷം, അങ്ങേറ്റം പോയ 2 വർഷത്തിനുള്ളിൽ ഡിവോഴ്സ് ചെയ്യാം. പിന്നെന്താ? പ്ലീസ് അഞ്ജു, നീ ഒന്ന് സമ്മതിക്ക്. അല്ല ഹരിയേട്ടാ, ഇത് ആരുടെ ആവശ്യമാണ്? അങ്ങേര് അവിടെ മിണ്ടാൻ നിൽക്കുന്നു. എന്തോ ഇത് ഹരിയേട്ടന്റെ ആവശ്യം പോലെ. അതഞ്ജു, അവൻ ആകെ ടെൻഷനില്ല. പ്ലീസ്. ഓക്കെ ഹരിയേട്ടാ, ഹരിയേട്ടൻ ഇത്ര മാത്രം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സമ്മതിക്കാം. എന്നാ നിങ്ങൾ 2 പേരും അകത്തേക്ക് വാ, സമയമില്ല. അതും പറഞ്ഞ് ഹരിയേട്ടൻ അകത്തേക്ക് പോയി. ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ് ഇതിന് സമ്മതം മൂളിയത്. അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് എന്റെ കഴുത്തിൽ താലി വീണു. അതും ആ കടുവ. ഓർക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വന്നു. വീട്ടിലെത്തിയതും അമ്മ കാണാതെ ഞാൻ താലി ഒളിപ്പിച്ചു വെച്ചു. അമ്മയെങ്ങാണ് ഇതറിഞ്ഞ അത് ഓർക്കാൻ തന്നെ വയ്യ. ഒരു കാരണവശാലും താലി അമ്മയുടെ കൈ കിട്ടരുത്. അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഒരിക്കലും ആരും ഇതിനെ കുറിച്ച് ഒന്നും അറിയരുത്. നീ എന്തിനഞ്ജു ഇങ്ങനെ കല്യാണത്തിന് സമ്മതിക്കാൻ പോയത്? ഇതിന് പുറകിലുള്ള വരും വരായികയെ കുറിച്ച് നീ ആലോചിച്ചോ? ഇത് വീട്ടിലറിഞ്ഞാലോ? എങ്കിലും എന്തിനായിരിക്കും ശിവേട്ടനിപ്പോ ഇങ്ങനൊരു കല്യാണം? ഇങ്ങനെ 100 ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അഞ്ജു ഡീ, നീ അവിടെ എന്തെടുക്കുവാ? അമ്മ വന്ന് വിളിച്ചപ്പോഴാ ഞാൻ ചിന്തയിൽ നിന്നുണർന്നത്. എന്താ അമ്മേ, എന്തിനെങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? നീ ഇത്ര നേരം എന്തെടുക്കുവാ? വന്നിട്ട് എത്ര നേരമായി? ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. നീ ഇങ്ങനെ നിന്നോ. നേരെ എന്തായെന്നറിയാവോ? പോയിട്ട് കുളിച്ചിട്ട് വന്ന് കാവിൽ വിളക്ക് വെക്കാൻ നോക്ക്. സോറി അമ്മേ, ഞാനത് മറന്നുപോയി. എന്റെ അമ്മക്കുട്ടി ചെല്ല്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ശരി, വേഗം വരാൻ നോക്ക്. അച്ഛൻ ഇപ്പൊ വരും.
അതും പറഞ്ഞ് അമ്മ പോയി. അമ്മയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടെങ്കിലും എന്റെ മനസ്സാകെ ഇളകി മറിയുമായിരുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിന് അതിന് സമ്മതിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക്. ഏട്ടനോട് പറഞ്ഞാലോ എന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നത് വേണ്ടാന്ന് വെച്ചു. ഇതിന്റെ പേരില് അവരുടെ സഹോദരൻ തകരാൻ പാടില്ല. പിന്നെ ഇങ്ങനൊരു കാര്യം ഏട്ടനറിഞ്ഞ ഉറപ്പായിട്ടും വീട്ടിലും പറയും. അതുകൊണ്ട് തൽക്കാലം പറയില്ലെന്ന് ഉറപ്പിച്ചു. എന്തായാലും നാളെ എനിക്ക് ശിവേട്ടനെ കാണണം. ഇങ്ങനൊരു കുരുക്കിൽ പെടുത്തിയതിന്റെ കാരണം എന്താണെന്ന് അറിയണമല്ലോ. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. പേരിന് എന്തോ കഴിച്ചെന്ന് വരുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയോട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയും ശിവേട്ടനെ കാണണം, അതും മാത്രമായിരുന്നു എന്റെ മനസ്സില്. ശിവേട്ടനെ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുത്തില്ല. ശിവേട്ടനെ കാണാൻ എന്താ വഴിയെന്ന് ആലോചിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പെട്ടെന്ന് ആരെന്റെ കൈ പിടിച്ചു വലിച്ചു. നീ എന്താടി സ്വപ്നം കണ്ടോണ്ടാണ് റോട്ടിൽ കൂടെ നടക്കുന്നേ? ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അത് പിന്നെ ശിവേട്ടൻ, എനിക്ക് ശിവേട്ടനെ കാണാൻ ഇറങ്ങിയതാ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം. അങ്ങേര് കലപ്പിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു. എന്താ നീ കിടന്ന് വിൽക്കുന്നത്? നീ എന്തിനാ എന്നെ വിളിച്ചേ? നിന്റെ കോള് കണ്ടതുകൊണ്ടാ ഞാൻ ഈ വഴിക്ക് വന്നത്. വരാൻ വൈകിയിരുന്നെങ്കിൽ നീ ആ ലോറിയുടെ അടി പോയേനെ. നീ ഇത് എന്താലോചിച്ച് നടക്കൂ അഞ്ജു? മുമ്പൊക്കെ എന്നോട് നല്ല കലിപ്പിൽ സംസാരിച്ചിരുന്ന ആളാ. എന്നാ ഇപ്പൊ സംസാരത്തില് ഒരു ദേഷ്യവും കണ്ടില്ല. അതുകൊണ്ട് ശിവേട്ടനോട് കാര്യം ചോദിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ശിവേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിനാ ഞാൻ ശിവേട്ടനെ വിളിച്ചേ. എന്താ കാര്യം? അത് ശിവേട്ടാ, ഇന്നലെ എന്തിനാ അങ്ങനൊരു കല്യാണം? നിനക്ക് അതിന്റെ കാരണം അറിയണം, അതല്ലേ? ഞാൻ പറഞ്ഞത് മുഴുവിക്കാൻ സമ്മതിക്കാതെ ശിവേട്ടൻ്റെ ഇടയ്ക്ക് കയറി. ഞാൻ അതേന്ന് തലയാട്ടി. നീ പതിവില്ലാതെ എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും കാരണമെന്ന്. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിരിക്കട്ടെ, ഇന്നലെ ഞാൻ കിട്ടിയ താലി എവിടെ? അത് ശിവേട്ടൻ ഞാൻ ഊരിവെച്ചു. കഴുത്തിക്കിടക്കുന്നത് ആരെങ്കിലും കണ്ടാ പ്രശ്നമാ. അമ്മ കാണാതെ ഞാനത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ശിവേട്ടാ, എനിക്കതിന്റെ കാരണം അറിയണം. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഉള്ള സമാധാനം പോയി. ആരും അറിയാതെ എത്ര നാളിങ്ങനെ പോവും? ആരെങ്കിലും അറിഞ്ഞാ ശിവേട്ടനൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും? ഇന്നലെ ഹരിയേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരാവേശത്തിന് ചെയ്തതാ. എത്ര നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും ഇത് ഏട്ടനറിഞ്ഞ എന്താ ഉണ്ടാവുന്നെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അഞ്ജു, താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. എനിക്കിന്നലെ അങ്ങനൊരു ആവശ്യം വന്നു എന്നും പറഞ്ഞ് അതിന്റെ പേരിൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരികയാണ്. ഒരു താലി കെട്ടിയതിന്റെ പേരിൽ ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല. അതുപോലെ നിനക്ക്. ശിവേട്ടൻ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്തിനിങ്ങനെ കല്യാണം നടത്തി? അതും ആരും അറിയാതെ. എനിക്ക് അതിന്റെ കാരണം അറിഞ്ഞേ തീരൂ. ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അതാണ് ഇന്നലെ കടന്നുപോയത്. അത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത്. അതിനു മാത്രം ഇത്ര വലിയ പ്രശ്നം അതെനിക്ക് അറിയണം. ഇത്രയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അഞ്ജു, റിലാക്സ് ആവൂ. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിനക്കിപ്പോ കാരണം അറിഞ്ഞാ പോരെ? ശരി, ഞാൻ പറയാം. പക്ഷേ ഇവിടെ വേണ്ട. എന്നെ അറിയുന്ന നാട്ടുകാരാ ചുറ്റും. അതുകൊണ്ട് നീ വാ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. നിന്നോട് എല്ലാം ഞാൻ പറയാം, നീ വാ. ശിവേട്ടൻ അത്രയും പറഞ്ഞപ്പോ ഞാൻ ശിവേട്ടനോടൊപ്പം ബൈക്കിൽ കയറി. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി ഒരു വീട്ടുമുറ്റത്ത് ചെന്ന് നിന്നു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. ശിവേട്ടാ, എന്താ ഇവിടെ? നീ അകത്തേക്ക് വാ, ഇത് എന്റെ വീടാ. ശിവേട്ടാ, അത് ഞാൻ. നീ പേടിക്കണ്ട, അകത്ത് അമ്മയും അനിയത്തിയും ഉണ്ട്. എന്റെ പേടി മനസ്സിലായത് കൊണ്ടാവണം ശിവേട്ടൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ശിവേട്ടന്റെ കൂടെ അകത്തേക്ക് കയറി. അമ്മേ, അമ്മേ, അനു, രണ്ടാളും നിങ്ങൾ വന്നേ. ഇവർ രണ്ടാളും ഇതെവിടെ പോയി? അഞ്ജു, താനിരിക്കെ, ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം.
അതും പറഞ്ഞ് ശിവേട്ടനകത്തേക്ക് പോയി. എനിക്ക് ചെറിയ പേടിയുണ്ടെങ്കിലും അത് മുഖത്ത് കാണാതെ ഞാനിരുന്നു. വീടിന്റെ ചുമരിൽ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. ഞാൻ അതെല്ലാം നോക്കി. അതിൽ ഒരു ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. അത് ശിവേട്ടൻ്റെ അച്ഛനാണ്. ഞാൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെയും കുറെ ഫോട്ടോസ് ഉണ്ട്. മോളെ അഞ്ജു. പിന്നിൽ നിന്നും വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ നോക്കി നിൽക്കുന്ന 2 പേരെ കണ്ടു. ശിവേട്ടന്റെ അമ്മയും അനിയത്തിയും. എന്നെ കണ്ടതും അനു ഓടി വന്നാൽ കെട്ടിപ്പിടിച്ചു. അവള് കരയുകയാണ്. ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചി കാരണോ ഞങ്ങള്. കരച്ചിൽ കാരണം അവൾ പറയുന്നത് മുഴുവിപ്പിക്കാനായില്ല. എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശിവേട്ടാ, എന്തേത്? ഞാൻ എന്തു ചെയ്തു? എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞേ? അവള് പറഞ്ഞത് സത്യം മോളെ. മോളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയും വലിയ സഹായ മോള് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മോളും ജീവൻ ഒടുക്കേണ്ടി വന്നേനെ. മോക്ക് എൻ്റെ മോനോട് ദേഷ്യമൊന്നും തോന്നണ്ട. അവൻ പാവോ. ഞങ്ങൾക്ക് വേണ്ടിയാ അവൻ ഇന്നലെ മോളെ. എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നത് അമ്മയായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലത്തെ സംഭവം ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങളെന്നോട് നന്ദി പറയുന്നേ? ശിവേട്ടാ, ഒന്ന് തെളിച്ചു പറ. മോളെ, ഞാൻ പറയാം. അവനും മോളോട് അങ്ങനെ ചെയ്തതില് നല്ല വിഷമമുണ്ട്. ഇന്നലെ മോളെ കുറിച്ചായിരുന്നു അവന്റെ സംസാരം. മോള് വാ, അമ്മയെല്ലാം പറയാം. എന്തോ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ശിവേട്ടന്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഞാൻ അമ്മയുടെ കൂടെ അകത്തേക്ക് പോയി. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.